ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ 14:1, ജോൺ 14:1. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. യു ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. അതായത് യേശു. യോഹന്നാൻ 14:1 നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിലും വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശുവിലും വിശ്വസിക്കുക. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ 14:27, അതുപോലെ ഫിലിപ്പിയരുടെ ലേഖനം 4:7 യോഹന്നാൻ്റെ സുവിശേഷം 16 22 വാക്യവും 24 അതുപോലെ 1 പത്രോസ് 1:8 ഈ വാക്യങ്ങളെല്ലാത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കമാൻഡ്മെൻ്റ്, അവിടെ ഒരു കൽപ്പനയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയത്തിൻ്റെ കലക്കം അത് ഒരു മനസ്സിന് വിഭ്രാന്തി വരുന്ന ഒരു സന്ദർഭം പോലെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് നമ്മൾ ട്രബിളായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പോലെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. അത് ട്രബിൾഡ് ഹാർട്ടാണ്. കർത്താവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ സമ്മതിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവത്തിലും കർത്താവ് യേശുവിലും വിശ്വസിക്കുക. ഈ എല്ലാ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് 4 കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്ക് തന്നെ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 1, ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. 2-ാമത്തെ കാര്യം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മൾ സ്വീകരിക്കുക. നമ്മളത് വായ കൊണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ട് യോഹന്നാൻ 14:27, സമാധാനം ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അത് ഭയപ്പെടുകയരുത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ സമാധാനം സ്വീകരിക്കുക. ഈ സമാധാനത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ മനസ്സിനെയും ക്രിസ്തുവേശുവിൽ കാത്തുപരിപാലിക്കാനുള്ള ശക്തിയുള്ളൂ. അത് സകല ബുദ്ധിയെ കവിയുന്ന സമാധാനമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ആത്മാർത്ഥമായി ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, അങ്ങയുടെ സമാധാനം എനിക്ക് തരിക, ഞാനത് സ്വീകരിക്കുന്നു. 3-ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ അതിസന്തോഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ല, യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, കാൽവരി ക്രൂശിലെ യാഗം കണ്ടിട്ടില്ല, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നേടിയ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ കാണുന്നു. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ സത്യം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരു ഹൃദയത്തിലൊരു സന്തോഷമുണ്ടാകും ഉറപ്പായിട്ടും. അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കണം, എനിക്ക് ദൈവത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും ദൈവം എന്നെ കാണുന്നു. ഈ ഒരു തരത്തിലുള്ള സന്തോഷം ഇത് ആർക്കും നമ്മളിൽ നിന്ന് കട്ടെടുക്കാനോ മാറ്റുവാനോ നമ്മളെ അതിൽ നിന്ന് പിരിക്കാനോ അത് സാധ്യമല്ല. 4-ാമത്തെ ഒരു പോയിൻ്റാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക. എന്ത് ചോദിച്ചാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, നിൻ്റെ സന്തോഷത്തിന് ഒരു പൂർണ്ണതയുണ്ടാകും. അതാണ് യോഹന്നാൻ 16:24 വാക്യത്തിൽ പറയുന്നത്. അൺടിൽ നൗ യു ഹാവ് നോട്ട് ആസ്ക് എനിത്തിങ് ഇൻ മൈ നെയിം, ആസ്ക് ആൻഡ് യു വിൽ റിസീവ് ഇറ്റ് ആൻഡ് യുവർ ജോയ് മേ ബി മെയ്ഡ് ഫുൾ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് ഒരു പൂർണ്ണത വേണമെങ്കിൽ, പരിശുദ്ധാത്മ ഉള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്വരമനുസരിച്ച് ജീവിക്കുന്ന ഓരോ മക്കൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ, ആ സന്തോഷത്തിൻ്റെ പൂർണ്ണ വരുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് ലഭിക്കുമ്പോഴാണ് അത് നമുക്ക് ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത കിട്ടുന്നത്. അത് കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കമാൻഡ്മെൻറ്റാണ്, നിങ്ങളത് ചോദിക്കണം. എൻ്റെ നാമത്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് പിതാവാം ദൈവം അതിനകത്ത് മഹത്വപ്പെടുന്നു. നമുക്ക് കിട്ടുന്ന മറുപടിയിൽ പിതാവാം ദൈവം മഹത്വപ്പെടുന്നു. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബിലീവർ ലൈഫിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഭയമില്ലാതെ നമുക്ക് എപ്പോഴും സന്തോഷിച്ച്, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ മാത്രമല്ല, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രേ വിത്തൗട്ട് സീസിങ്. അനേക പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, റിജോയ്സ്. ഐ സേ അഗെയിൻ അൺടു യു റിജോയ്സ്. എപ്പോഴും സന്തോഷിക്കുക. അപ്പം അങ്ങനെ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട്, ഒരിക്കലും ഹൃദയം കലങ്ങി പോകാതിരിക്കാനായിട്ട്, ഒരിക്കലും ഹൃദയത്തിൽ ഭയം കയറാതിരിക്കാനായിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക,
യേശുവിൽ വിശ്വസിക്കുക, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, യേശുവിൻ്റെ സമാധാനം നമ്മൾ സ്വീകരിക്കുക. ഈ സമാധാനത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ അത് പരിപൂർണമായിട്ടത് സുരക്ഷിത തരാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ പോയിൻ്റാണ് യേശുവിൽ കാണാതെ വിശ്വസിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു നമ്മളെ കാണുന്നു, പരിശുദ്ധാത്മ നമ്മളെ കാണുന്നു. നാലാമത്തെ പോയിൻ്റാണ്, യേശുവിൻ്റെ നാമത്തിൽ എന്തും ചോദിക്കുക, അത് ലഭിക്കുമ്പോൾ നിൻ്റെ സന്തോഷത്തിന് പൂർണ്ണത ഉണ്ടാകും. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടാത്ത ദൈവമാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യോഹന്നാൻ 14:1 ബ്ലെസ്സിങ്സ്. ഗോഡ് ബ്ലെസ് യു ഓൾ.